സ്വർണ്ണക്കള്ളക്കടത്തിനെ സംബന്ധിച്ചും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും കേരള സർക്കാർ ജനങ്ങളോട് തുറന്നു പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരണം നൽകാൻ ചീഫ് സെക്രട്ടറിയെയും DGPയെയും കേരള ഗവർണർ വിളിപ്പിച്ചിട്ട് ഞങ്ങൾ അതിന് വിശദീകരണം നൽകാൻ തയ്യാറില്ല എന്നുള്ള നിലപാടാണ് ചീഫ് സെക്രട്ടറിയെ കൊണ്ടും DGPയെ കൊണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ എടുപ്പിക്കുന്നത്. ഇത് നമ്മുടെ നാടിൻ്റെ ഭരണഘടനയെ സംബന്ധിച്ച് ഭരണഘടനയുടെ തലപ്പത്തിരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ അധികാരത്തിൻ്റെ തലവനായിട്ടുള്ള ബഹുമാനപ്പെട്ട ഗവർണർ ചീഫ് സെക്രട്ടറിയോടും DGPയോടും ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അത് നിഷേധിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ്. ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് പോകും. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് രാഷ്ട്രീയ താൽപ്പര്യത്തിനനുസരിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള പിണറായി വിജയൻ്റെ തീരുമാനം തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ ഭരണഘടന സംരക്ഷിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള പ്രാഥമികമായ ബാധ്യത ഉള്ള ആളാണ് ഗവർണർ. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ ഉറപ്പുവരുത്തുന്നു എന്ന് പരിശോധിക്കുക ഗവർണറുടെ ജോലിയാണ്. ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും നിർബാധം നടക്കുന്നു മലപ്പുറം ജില്ലയിൽ. ഇത് പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? ഇവിടെ രാജ്യത്തിന് തന്നെ ഭീഷണിയാവുന്ന തരത്തിൽ ഫോൺ ചോർത്തൽ നടന്നിരിക്കുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി വിവരം അറിയാൻ ഗവർണർക്ക് ബാധ്യതയില്ലേ? എന്തുകൊണ്ടാണ് ഗവർണറുടെ ചോദ്യങ്ങളിൽ നിന്ന് സർക്കാർ ഒളിച്ചോടുന്നത്? മുഖ്യമന്ത്രി പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഇപ്പോൾ പിന്നോക്കം പോവുകയാണോ? രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ മുഖ്യമന്ത്രി നിലപാട് പറഞ്ഞത്? അതല്ല ശരിയായ നിലപാടാണ് മുഖ്യമന്ത്രി പറഞ്ഞതെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഗവർണറോട് വിശദീകരിക്കാൻ കഴിയാത്തത്? അതുകൊണ്ട് ഈ കാര്യത്തിന് മുഖ്യമന്ത്രി ഉത്തരം പറയണം. സംസ്ഥാന നിയമസഭയിൽ അടിസ്ഥാനപരമായി ഉന്നയിക്കേണ്ട വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ RSS നേതാവിനെ ADGP കണ്ടത് മാത്രം അടിയന്തര പ്രമേയമായി കൊണ്ടുവന്ന കോൺഗ്രസ് കള്ളക്കടത്ത് മറച്ചുവെക്കുകയാണ്, മയക്കുമരുന്ന് വ്യാപാരം മറച്ചുവെക്കുകയാണ്, രാജ്യദ്രോഹ പ്രവർത്തനം മറച്ചുവെക്കുകയാണ്. ഇവിടെ ADGPക്കും അതുപോലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്തുകാരെ സഹായിക്കുന്നു എന്നുള്ളതാണ്, ഹവാല ഇടപാടുകാരെ സഹായിക്കുന്നു എന്നുള്ളതാണ്, ഡ്രഗ് മാഫിയയെ സഹായിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അടിയന്തര പ്രമേയത്തിൽ ഈ വിഷയങ്ങളൊന്നും വരാത്തത്? RSS നേതാവിനെ ADGP കണ്ടത് ഒരു ക്രിമിനൽ കുറ്റമാണോ? നാടിന് ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നമാണോ? അടിയന്തര പ്രമേയത്തിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഗൗരവതരമായ വിഷയങ്ങൾ ഉന്നയിക്കാൻ കോൺഗ്രസ് തയ്യാറാവാത്തത്? രാജ്യദ്രോഹ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് പാത്രമാവുന്നില്ല? സ്വർണ്ണക്കള്ളക്കടത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സഹായിക്കുന്നു, ADGPയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും സഹായിക്കുന്നു. ഇതെന്തുകൊണ്ട് അടിയന്തര പ്രമേയത്തിൽ വരുന്നില്ല? അപ്പോൾ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ശ്രദ്ധ തിരിച്ചുവിടുക, വോട്ട് ബാങ്കിന് വേണ്ടി നിയമസഭയെ കളമാക്കുക, പിണറായി വിജയനെ സംരക്ഷിക്കുക. പിണറായി വിജയന് രക്ഷാകവചം ഒരുക്കുന്ന പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലുള്ളത്. ഇത് ശരിയായ നിലപാടല്ല. അല്ല, ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കുപ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിലും മോദിയിലുമുള്ള വിശ്വാസം, നരേന്ദ്രമോദിയിലുള്ള അചഞ്ചലമായ വിശ്വാസം ഈ രാജ്യത്തെ ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നു. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ ജനവിശ്വാസം ഈ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയിരിക്കും. അതുകൊണ്ട് മോദിയിലുള്ള വിശ്വാസം, നരേന്ദ്രമോദി എന്ന് പറയുന്ന അജാത ശത്രുവായിട്ടുള്ള നേതാവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഈ രാജ്യത്തെ ജനങ്ങൾ
ഊട്ടി ഉറപ്പിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ. ഹിന്ദി ഹൃദയഭൂമി എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ സംസ്ഥാനത്തിലെ ട്രെൻഡല്ല, ഉത്തര ഭാരതത്തിലുടനീളമുള്ള ട്രെൻഡാണ്. ഹരിയാന അത് തെളിയിച്ചിരിക്കുന്നത്. വലിയ പ്രചാരണങ്ങൾ നടന്നു. അവിടെ കർഷക രോക്ഷം ആളിക്കത്തുകയാണ്. ട്രാക്ടറുകളാണ് തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾ തന്നെ പറഞ്ഞതാണ്, കർഷക ഹൃദയഭൂമിയിൽ മോദി കാലിടറുന്നു. ഗുസ്തിക്കാരുടെ ബഹളം കാരണം കളം കൈവിടുന്നു. എന്തൊക്കെയാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്? ജമ്മു കാശ്മീരിൽ ചരിത്രത്തിലില്ലാത്ത മുന്നേറ്റമാണ് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇന്നേ വരെ ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ നമ്പറാണ്. കോൺഗ്രസിന് 8 സീറ്റേ കിട്ടുള്ളൂ. 8 തന്നെ കിട്ടില്ല, ഒരു 6-7 സീറ്റ് കിട്ടുള്ളൂ. കോൺഗ്രസ് ഇല്ലാതെ തന്നെ അവിടെ നാഷണൽ കോൺഫറൻസ് ഭരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രസക്തി തന്നെ ഇല്ലാതായിരിക്കുക. ആ KC വേണുഗോപാലിനോടൊക്കെ കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറയും. ഒരു കാര്യം നടക്കാൻ പോണില്ല. KC വേണുഗോപാലും ആ രാഹുൽ ഗാന്ധിയൊക്കെ നയിച്ച് ഇപ്പം അധികാരത്തിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ തുള്ളുന്നത് എന്തിനാ? രാവിലെ ഞാൻ നിങ്ങളെ തുള്ളൽ കണ്ടപ്പോൾ എന്തായിരുന്നു നിങ്ങളുടെ തുള്ളൽ? നിങ്ങളെന്തിനാ ഇങ്ങനെ തുള്ളുന്നത്? BJP ഒന്ന് തോറ്റ് കാണാൻ എത്ര ദിവസമായി കണ്ണിൽ എണ്ണയിട്ട് കാത്തിരിക്കുന്നു. നമസ്കാരമുണ്ട്, നല്ല നമസ്കാരം എല്ലാവർക്കും.